സംസ്ഥാനങ്ങളുടെ ടാക്സ് വേണ്ടാന്ന് വെക്കും. നമ്മുടെ ഇന്നത്തെ തിരുവനന്തപുരത്തെ പെട്രോൾ വില എന്ന് പറയുന്നത് 113 രൂപയാണ്. ഈ 113 രൂപയിൽ ഭൂരിഭാഗം പൈസയും പോകുന്നത് സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാർ അതിൻ്റെ വാറ്റിൻ്റെ ഒരു 5 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 രൂപയ്ക്ക് കുറച്ച് പെട്രോൾ കിട്ടും. കാരണം ഉത്തർപ്രദേശിലും ഗുജറാത്തിലെയൊക്കെ വർഗീയ പെട്രോളിന് ഇപ്പോൾ 100 രൂപയിൽ താഴെ, എനിക്ക് തോന്നുന്നു 95-96 രൂപയാണ് അവിടെ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ കിട്ടുന്ന, കേരളത്തിൽ കിട്ടുന്ന മതേതര പെട്രോളിനും തമിഴ്നാട്ടിൽ കിട്ടുന്ന ദ്രാവിഡ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം ഈ ഇന്ധനവില വർധനവിനെക്കുറിച്ചുള്ള വാർത്ത വന്നപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് അതിനെ വലിയ രീതിയിൽ വിമർശിച്ച് രംഗത്തെത്തി. ഇന്ധനവില കുറയ്ക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തി. എന്തുകൊണ്ട് വിജയ്ക്ക് ഇന്ധനവില കുറച്ചുകൂടാ? വിജയ്ക്ക് ഇന്ധനവില കുറയ്ക്കാനായിട്ട് കൃത്യമായിട്ട് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടെയാണ് കമൽഹാസൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്തായാലും ഇറാൻ യുദ്ധത്തിൻ്റെ ആഘാതത്തിൽ വളരെയധികം ആശങ്കാകുലരായിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് കമൽഹാസൻ വീഡിയോയിൽ പറയുന്നത്. എണ്ണവില ഉയരുകയാണ്, കടൽ വ്യാപാര മാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു, നമ്മുടെ അടുക്കളയ്ക്കും വീടുകൾക്കും ശക്തി പകരുന്ന ഊർജ്ജം, നമ്മുടെ വയലുകളെയും വിളകളെയും വളപ്രയോഗം നടത്തി പോഷിപ്പിക്കുന്ന ഊർജ്ജം, നമ്മുടെ വ്യവസായങ്ങളെയും വാഹനങ്ങളെയും നയിക്കുന്ന ഇന്ധനം എന്നിവയെല്ലാം കൂടുതൽ വില ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇതിനുള്ള വിശാലമായ പ്രതികരണത്തെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം 60-ലധികം രാജ്യങ്ങൾ ഇതിനകം തന്നെ ഊർജ്ജ സംരക്ഷണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. സിംഗപ്പൂരിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വരാനിരിക്കുന്ന ദുഷ്കരമായിട്ടുള്ള സമയങ്ങൾക്ക് തയ്യാറെടുക്കാൻ സിംഗപ്പൂർ പ്രധാനമന്ത്രി തൻ്റെ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ അടുത്തിടെ കേട്ടു. വളരെ വലിയൊരു രാജ്യമായ ഇന്ത്യ ഗൗരവത്തോടെ പ്രതികരിക്കണം എന്നും അദ്ദേഹം പറഞ്ഞു.